വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെ മുൻപം സമരസമിതി നല്ല പ്രതീക്ഷയിലാണ്. ഭൂസംരക്ഷണ സമിതി നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 172 ദിവസത്തിലേക്ക് കടക്കുന്നു. അശ്വിൻ പാലാഴി മുനമ്പത്തെ സമരവേദിയിൽ നിന്ന് തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. മുനമ്പത്തെ സമരസമിതിക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? പറയൂ. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട മുനമ്പത്തെ ജനത നടത്തുന്ന സമരം ഇന്ന് 172 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ലോക്സഭയിൽ നിർണായകമായ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് മുനമ്പത്തെ ജനതയുള്ളത്. ഇന്ന് 9 മണിയോടുകൂടി ഒരു ഉപവാസ സമരമൊക്കെ സമരപ്പന്തലിൽ നടത്തുന്നുമുണ്ട്. 172 ദിവസം അവർ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് അവർക്ക് പിന്തുണ ലഭിക്കുന്നത്. ഇപ്പോൾ സമരസമിതിയുടെ കൺവീനർ കൂടിയായ ബെന്നി ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇന്ന് ലോക്സഭ ഈ ബില്ല് എത്തുമ്പോൾ സമരസമിതിയുള്ളത്? ഇന്ന് മുനമ്പത്തെ 610 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ ഈ ബില്ല് നിയമമാവുന്നതോടുകൂടി മുനമ്പം തീരത്തെ ജനങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ഈ 610 കുടുംബങ്ങളുടെ ഈ പ്രശ്നം പാർലമെൻറ്റിൽ ഒരു വ്യക്തി പോലും, ഈ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലുള്ള ഒരു എം പി പോലും സംസാരിച്ചിട്ടില്ല. പക്ഷേ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ, ഇപ്പോൾ സിനിമ വന്നപ്പോൾ അതിനെപ്പറ്റി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ച് ആരുമൊന്നും സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ ഈ മുനമ്പത്തിൻ്റെ രോദനം പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും അതേപോലെ നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു, അവരെല്ലാവരും, അമിത്ഷാ എല്ലാവരും ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഞങ്ങളുടെ രോദനം അവർ കേൾക്കുന്നു. ഹൈബീഡൻ എം പിക്ക് ഇതിൽ നിങ്ങൾക്കൊപ്പം നിന്നില്ല എന്നൊരു പരാതിയുണ്ടോ? അല്ല, ഞങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ് അവരെല്ലാം. കത്തോലിക്ക സഭ, KCBCയും CBCIയും അതേപോലെ AKCC, ആക്ട്സ്, SNDP, മറ്റ് സമുദായാംഗങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മുനമ്പത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടും ആ ഒരു നിലപാടിനോട് യോജിക്കാത്തത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രത്യേക പാക്കേജായിട്ട് കൊണ്ടുവരാൻ ഇവർക്കൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരത് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ഹൈബീഡൻ എം പിയുടെ ഓഫീസിലേക്ക് BJP ഒരു മാർച്ചൊക്കെ നടത്തുകയാണ്, നിങ്ങളെ തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ല, BJP അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാമല്ലോ. അത് മുൻപ് ഭൂസംരക്ഷണ സമിതി അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് രാഷ്ട്രീയപരമായിട്ടുള്ള നേരിടലാണ്. ഓക്കെ, എന്തായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളോട് കടുത്ത എതിർപ്പ് കൂടി സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ മുനമ്പം ജനതയ്ക്കൊപ്പം നിന്നില്ല ഹൈബീഡൻ എം പി എന്ന് ആരോപിച്ചുകൊണ്ട് BJP ഒരു മാർച്ച് ഹൈബീഡൻ എം പിയുടെ ഓഫീസിലേക്ക് രാവിലെ 10 മണിക്ക് കലൂരിലെ ഓഫീസിലേക്ക് നടത്തുന്നുണ്ട്. എസ്കെ.